ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. രണ്ട് കുഞ്ഞിക്കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് പൊന്നോടക്കുഴലി കയ്യിലെടുത്തിട്ട് വേണുഗാനം പൊഴിക്കുക നമ്മുടെ ഭഗവാൻ. അപ്പോൾ നമ്മുടെ ഭഗവാനെ നമുക്കൊന്ന് കണ്ടാലോ, നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് കണ്ടാലോ. എല്ലാവരും പതിയെ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഒരു പൂജാമുറി, നമ്മുടെ മനസ്സിലെ പൂജാമുറിയിലാണ് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത്, ആ ഭഗവാൻ നമ്മുടെ മനസ്സിൻ്റെ പൂജാമുറിയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ പതിയെ ആ പൂജാമുറിയുടെ വാതിലൊന്ന് തുറക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ട് സന്തോഷപൂർവ്വം നമ്മുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ ഉണ്ണിക്കണ്ണനെ കുളിപ്പിക്കുന്നു, ഉണ്ണിക്കണ്ണന് ഭക്ഷണം കൊടുക്കുന്നു, ഉണ്ണിക്കണ്ണനെ അലങ്കരിക്കുന്നു, നല്ല ഭംഗിയായിട്ട് പട്ട കുടിപ്പിക്കുന്നുണ്ട്, മാലകളൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട്. അരയിൽ കിങ്ങിണി കെട്ടുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഈ കിങ്ങിണി വേണ്ടമ്മേ, വേറെ കിങ്ങിണി കെട്ടിത്തരൂ എന്ന് പറയുന്നുണ്ട്. സന്തോഷപൂർവ്വം നമ്മളത് മാറ്റിയിട്ട് വേറൊരെണ്ണം ഭഗവാൻ അരയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. നെറുകയിലെ പീലി തിരികെ കൊടുക്കുന്ന സമയത്ത് ഒരെണ്ണല്ലാട്ടോ, ഇന്നെനിക്ക് 3 പീലികൾ വേണം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വാശി പിടിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു നോട്ടം ഭഗവാനെ നോക്കുന്നുണ്ടെങ്കിലും അത് സ്നേഹത്തോടെയുള്ള നോട്ടമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നല്ല ചന്തത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മൾ അലങ്കരിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഉണ്ണി നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ കവിളിൽ ഒരു ഉമ്മ തരുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കി നോക്കൂ. എത്ര സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണെന്നൊന്ന് നോക്കി. അതേ അനുഭവമാണ് ശ്രീലകത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് തോന്നുന്നത്. നമുക്ക് തോന്നേണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരും ഭഗവാനെ പോയിട്ട് പുണരുന്നത് പോലെ, ഭഗവാൻ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ എല്ലാവരെയും വന്നിട്ട് പുണരുന്നത് പോലെ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. അത്രയും അടുപ്പം നമുക്ക് നമ്മുടെ ഉണ്ണിയോട് ഉണ്ടാകണം, എന്തും പറയാനായിട്ട്, എന്തും ഉണ്ണിയുടെ അടുത്ത് പങ്കുവെക്കാനായിട്ട്. അപ്പം എല്ലാത്തിൻ്റെയും പരിഹാരവുമായിട്ട് സ്നേഹത്തോടെ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. അതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ, അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. എത്രത്തോളം സ്നേഹിക്കുന്നോ ഭഗവാനെ, അതിൻ്റെ ആയിരത്തിലേറെ ഇരട്ടിയായിട്ട് ഭഗവാൻ നമ്മളെയൊക്കെ തിരിച്ച് സ്നേഹിക്കും. അത്രയും ഭക്തരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉണ്ണിക്കണ്ണനാണ് കേട്ടോ. അപ്പോൾ ഓടക്കുഴൽ ഊതിക്കൊണ്ട ഭഗവാൻ നിൽക്കുന്നത് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട്, നമ്മളെല്ലാവരെയും ആനന്ദത്തിലെ ആറടിക്കാനായിട്ട്. ആ ഗുരുവായൂരപ്പനായിട്ടായിരുന്നു, മുരളീധരനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളും. ഉണ്ണിക്കണ്ണനായിട്ടുള്ള ഭഗവാൻ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.